നമുക്കറിയാം ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നു, സൊമാറ്റോ ഓർഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ പുറത്ത് പോയാലും ജങ്ക് ഫുഡാണ്, ബർഗർ, പിസ്സ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് വ്യായാമം ഒന്നുമില്ല, നേരെ ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ബെഡിൽ പോവുക, അപ്പം തന്നെ ഉറങ്ങുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും ദോഷങ്ങളാണ് സാർ വരുന്നത്? അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്ന മാതിരി ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കണം. അതെ, ഇത് ഡൈജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ കിടക്കാൻ. അതില്ലാതെ വരുമ്പോഴാണ് ഈ കാലറീസ് മുഴുവൻ നമുക്ക് തടി കൂടാനുള്ള സാധ്യത, ഒബീസിറ്റി. ഇന്ന് സത്യം പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ, അതായത് യങ്സ്റ്റേഴ്സ്, അവരുടെ തടി കൂടുതലുള്ളവരെയാണ് നമ്മൾ കാണുന്നത്. അതെ, ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാത്രി ലേറ്റ് ആയിട്ട് കഴിക്കുക, അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങുക, ഒരു ബാഡ് ഹാബിറ്റ്സ് ആണ്. ആൻഡ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു ഫ്യൂ ഇയേഴ്സിന് നമ്മൾ അതിൻ്റെ റിസൾട്ട് അറിയുന്നില്ല. മേ ബി 10 വർഷം കഴിയുമ്പോഴത്തായിരിക്കും നമ്മുടെ ഇപ്പോഴത്തുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ എക്സസൈസ് ഇല്ലായ്മ ഒക്കെ ഒരു 10 മുതൽ മേ ബി 20 വർഷം ഒക്കെ ആകുമ്പോഴേക്കും ആണ് അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ അറിയുന്നത്. ഇപ്പൊ നമ്മുടെ ടേസ്റ്റിനും കഴിച്ചു പോകുന്നു. നമ്മുടെ വിചാരം നമ്മൾ 1 വർഷം കഴിച്ചു, 2 വർഷം കഴിച്ചു, പ്രോബ്ലംസ് ഒന്നും ഇല്ല. പക്ഷെ അത് ലോങ് ടേം എന്തായാലും നമ്മളെ എഫക്റ്റിലാവും.